ആ ഉദ്യോഗസ്ഥയുടെ ഒരു സ്ഥലം മാറ്റം അവർ റിട്ടയർ ചെയ്യുകയൊക്കെ ചെയ്തൊരു സാഹചര്യം അവരിൽ സമ്മർദ്ദം കൂടുതലാക്കിയിട്ടുണ്ടാവണം. അതും ഒറ്റപ്പെടൽ വളരെ ശക്തമായിട്ട് തോന്നി. ആരുടെയും സഹായം വരുന്നില്ല, ആരോടും ഒന്ന് മനസ്സിലാക്കാനോ പറയാനോ സാധിക്കുന്നില്ല. അയാൾ രൂപമാറ്റത്തിന് ആവശ്യമായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. ആ രൂപമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് സാധാരണ രീതിയിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ ശ്രദ്ധയിൽ പെട്ടെന്ന് പെടേണ്ടതാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മീഡിയ പറയുന്നത് പോലെ അതീവ സുരക്ഷ അല്ലെങ്കിൽ അതീവ ഒരു തരത്തിലും ഭേദിക്കാനാവാത്ത സാഹചര്യങ്ങളൊന്നും ഒരു ജയിലിലും ഇല്ല. അയാൾ താടി വളർത്താൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു. എന്തുകൊണ്ടാണ് താടി വളർത്താൻ തുടങ്ങുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. അയാൾ വെയിറ്റ് കുറയ്ക്കുന്നു, അത് ശ്രദ്ധിക്കണം. അയാൾ കൂടുതൽ എക്സസൈസ് ചെയ്യുന്നു. അയാൾ മുറിക്കുള്ളിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ശേഖരിക്കുന്നു. ഇപ്പോൾ നോക്കിയ ദിവസങ്ങൾ എന്ന് പറയുന്നത് ആരുടെയും കണക്കിൽപ്പെടില്ല. നോക്കാതെ വരുമ്പോഴാണ് അതിനകത്ത് വീഴ്ചയായിട്ട് നമ്മൾ എടുക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഗോവിന്ദചാമിയുടെ കാര്യത്തിനകത്ത് ഗോവിന്ദചാമി ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ മുതലേ ജയിൽ ചാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ അയാൾ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം നിരീക്ഷിക്കുന്നതിൽ ജീവനക്കാർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെലിബ്രിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം അവർ ജയിലിനുള്ളിലേക്ക് വരുമ്പോൾ അവരുടെ കയ്യിൽ മീഡിയ അറ്റൻഷനുണ്ട്. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു വിഭാഗം പുറത്തുണ്ടാവും. അവർക്ക് നിയമസഹായം ചെയ്യുന്ന ലോയേഴ്സ്, അതല്ലെങ്കിൽ അവരുടെ അഡ്വക്കേറ്റ്സ്, അവർ ഇത്തരം കാര്യങ്ങളിൽ നിരന്തരമായിട്ട് ജുഡീഷ്യൽ ഒബ്സർവേഷൻ അല്ലെങ്കിൽ ജുഡീഷ്യൽ ആയിട്ടുള്ള ഇടപെടലിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ജയിലിന് ഇപ്പോൾ 725 പേരെ പാർപ്പിക്കാനാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൻ്റെ കപ്പാസിറ്റി. ആ 725 പേരെ പാർപ്പിക്കാൻ ആ ജയിലിന് സൗകര്യമുള്ളപ്പോൾ അവിടെ ഇപ്പോഴുള്ള എണ്ണം ഏകദേശം 1500-ന് അതുപോലെ തന്നെയാണ് എല്ലാ ജയിലുകളെ സംബന്ധിച്ചിട്ട്. ഓവർ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയാണ് ജയിലിനെ സംബന്ധിച്ച്. കേരളത്തിലാണ് ഇന്ത്യയിലാകെ ആദ്യകാലത്ത് ഓപ്പൺ ജയിൽ സിസ്റ്റം തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. 1962 കാലം മുതൽ കേരളത്തിൽ ഓപ്പൺ ജയിൽ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. സാർ, ഈ ഉണ്ടാവുന്ന ഒരു ആരോപണമാണ്, ഞാൻ സാറിനോട് ചോദിക്കുകയാണ്. ഇപ്പോൾ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഹയർ ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ഒക്കെ, ഇവരൊക്കെ ജയിലിലേക്ക് വരുമ്പോൾ അവർക്ക് സാധാരണക്കാരനപ്പുറം, അവർക്ക് കൊടുക്കുന്നതിനപ്പുറം ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്, കൺസിഡറേഷൻ, ഫെസിലിറ്റീസ് ഇതൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിക്കുള്ള ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ അങ്ങനെ പോസിബിൾ ആണ് ജയിലിൽ? സാധാരണ തരത്തിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ വരുമ്പോൾ ഇത്തരം ആരോപണങ്ങൾ സാധാരണമാണ്. പക്ഷേ ജയിലിനുള്ളിൽ ചെയ്തു കൊടുക്കാവുന്ന സൗകര്യങ്ങൾക്ക് വലിയ പരിമിതിയുണ്ട്. കാരണം എല്ലാ തടവുകാർക്കും ഏതാണ്ട് തുല്യമായിട്ടുള്ള ഒരു സൗകര്യങ്ങളെ ജയിലിലുള്ളൂ. അപ്പം അതിനപ്പുറത്തേക്ക് നമുക്ക് വലിയ രീതിയിൽ സഹായിക്കാനൊന്നും സാധിക്കില്ല. ഇപ്പോൾ ഒരാളിനെ നമുക്ക് മുഴുവൻ സമയവും സെല്ലിന് പുറത്തേക്ക് തുറന്നു വിടാൻ വേണ്ടി കഴിയില്ല. അയാൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. അയാൾക്ക് പ്രത്യേക കിടക്ക സൗകര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി കഴിയില്ല. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരത് നിരീക്ഷിക്കും, മറ്റുള്ളവർ പരാതിപ്പെടും. ആ പരാതി പറയാൻ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ജയിലിനുള്ളിൽ. വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഏജൻസികൾ ജയിലിൻ്റെ ഭരണത്തെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പരിധിക്ക് അല്ലെങ്കിൽ ഒരു പരിമിതിക്ക് അപ്പുറത്തേക്കങ്ങ് സഹായിക്കാനൊന്നും സാധിക്കില്ല. എന്നാൽ ചെറിയ ചില സഹായങ്ങൾ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ 2-3 തവണ ഒരാളിനെ ജയിലിനുള്ളിൽ കിടക്കുന്ന ഒരു സെലിബ്രിറ്റിയെ കാണാൻ വേണ്ടിയിട്ട് അയാളുടെ ബന്ധുക്കൾ വരുന്നു. ചിലപ്പോൾ സഹായിച്ചു എന്ന് വരാം. അയാൾക്ക് ചില വസ്ത്രങ്ങൾ കൊണ്ടു കൊടുത്തു എന്ന് വരാം. അത് വാങ്ങി ഉപയോഗിക്കാൻ അയാളെ അനുവദിച്ചു എന്ന് വന്നിട്ടുണ്ടാകാം. അല്ലെങ്കിൽ അയാൾക്ക് ട്രീറ്റ്മെൻറ്റിന് അല്ലെങ്കിൽ മരുന്നുകൾ പുറത്തുനിന്ന് കൊണ്ടിരുന്നു. ചിലപ്പോൾ പ്രത്യേക സാങ്ഷൻ വാങ്ങിച്ചിട്ട് അതൊക്കെ കൊടുത്തു എന്ന് വരാം. അല്ലെങ്കിൽ സൂപ്രണ്ട് അനുവദിച്ചു എന്ന് വരാം. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ സഹായങ്ങൾ അയാൾക്ക് കിട്ടിക്കൂടായികയില്ല. പക്ഷെ അത് പലപ്പോഴും സംഭവിക്കുന്നത് ഇത്തരത്തിൽ സഹായിക്കാൻ ഒരു കുടുംബമോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അതിനാവശ്യമായിട്ടുള്ള കണക്ഷൻസോ ഇല്ലാത്തവർ അത് ഇത്തരം സഹായങ്ങൾ പുറത്തുനിന്ന് അയാൾക്ക് കൊടുക്കുമ്പോൾ ഇതൊരു വലിയ പരാതിയായിട്ട് ഉന്നയിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ അയാൾക്ക് ജയിലിനുള്ളിൽ വസ്ത്രം
അലക്കി ഉപയോഗിക്കാൻ അയാൾക്ക് പറ്റില്ല. അയാൾ മുഷിഞ്ഞ വസ്ത്രം അയാളെ കാണാൻ വരുന്നവരുടെ കയ്യിൽ കൊടുത്തയക്കുന്നു. പുതിയ വസ്ത്രങ്ങൾ അയാൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് വാങ്ങിച്ചുപയോഗിക്കും. ഈ സൗകര്യം വേറെ ആർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിത് അനുവദിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ വസ്ത്രം സ്വയം ആകെ കൊണ്ടുവന്ന ഒരേ ഒരു ഡ്രസ്സ് തുടർച്ചയായിട്ട് കഴുകി ഉപയോഗിക്കുന്ന ഒരാൾ മറ്റേയാൾക്ക് ഈ സൗകര്യം ചെയ്തു കൊടുക്കുന്ന അനധികൃതമാണ് എന്നുള്ള തരത്തിലേക്ക് ആരോപിക്കുന്ന ഉടനെ ഉള്ള പ്രശ്നങ്ങളാണ് ആ കാര്യത്തിൽ വരുന്നത്. പിന്നെ പലപ്പോഴും ഒരാളിൻ്റെ ഒരു സാമൂഹിക അവസ്ഥ, അയാളുടെ ഒരു എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ അയാളുടെ സോഷ്യൽ ആയിട്ടുള്ളൊരവസ്ഥ പലപ്പോഴും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ചിലതിനെയൊക്കെ ചില ആൾക്കാർ വളരെയധികം ആ സാഹചര്യങ്ങളെ സഹകരണാത്മകമായിട്ട് ആ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തും. ചിലരങ്ങനെയല്ല, എല്ലാത്തിനും പരാതി പറയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെലിബ്രിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം അവർ ജയിലിനുള്ളിലേക്ക് വരുമ്പോൾ അവരുടെ കയ്യിൽ മീഡിയ അറ്റൻഷനുണ്ട്. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു വിഭാഗം പുറത്തുണ്ടാവും. അവർക്ക് നിയമസഹായം ചെയ്യുന്ന ലോയേഴ്സ്, അതല്ലെങ്കിൽ അവരുടെ അഡ്വക്കേറ്റ്സ്, അവർ ഇത്തരം കാര്യങ്ങളിൽ നിരന്തരമായിട്ട് ജുഡീഷ്യൽ ഒബ്സർവേഷൻ അല്ലെങ്കിൽ ജുഡീഷ്യൽ ആയിട്ടുള്ള ഇടപെടലിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അധികാര സ്ഥാനങ്ങളിൽ അവരാവശ്യമായിട്ടുള്ള അപേക്ഷകൾ കൊടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവുകൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് വരും. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അത് ചിലപ്പോൾ ഒരു സാധാരണ അവസ്ഥയിൽ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ സാമൂഹികമായിട്ടോ വിദ്യാഭ്യാസപരമായിട്ടോ ബന്ധുബലം കൊണ്ടോ ഒക്കെ പിന്നിലാവുന്ന ഒരാളിന് ആ സൗകര്യങ്ങളൊക്കെ ഇല്ലാതെയും വരും. അപ്പോൾ ഇതുകൊണ്ടാണ് പലപ്പോഴും ഈ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇക്കണോമിക്കലി കുറച്ചുകൂടെ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നുടനെ ഈ ഒരു പരാതിക്ക് ആധാരമായിട്ടുള്ള വിഷയങ്ങൾ ഉത്ഭവിക്കുന്നു. അതിനെ വളരെ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യുകയാണ് പല ജയിലുദ്യോഗസ്ഥരും ജയിലിൻ്റെ സൂപ്രണ്ടൻസ് നിർവഹിക്കുന്ന ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. ചില കാര്യങ്ങൾ ജയിലിനുള്ളിൽ പരാതികൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. ചിലതൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി അധികാര സ്ഥാപനങ്ങളിൽ നിന്ന് വരുമ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ പെരുമാറേണ്ടിയും വരാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചില കേസസ് ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ കേൾക്കാറുണ്ട് പലപ്പോഴും. സർ, ഈ ഓപ്പൺ ജയിൽ സംവിധാനം എങ്ങനെയാണ് സാധാരണ ജയിലുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? എന്തൊക്കെ ക്രൈം ചെയ്ത ആളുകളെയാണ് അങ്ങോട്ടേക്ക് അയക്കാൻ സാധ്യതയുള്ളത്? കാരണം ഓപ്പൺ ജയിലാകുമ്പോൾ ഇത്രത്തോളം ഒരു എപ്പോഴും അവരെ അടച്ചുപൂട്ടിയിട്ടിരിക്കുന്ന ഒരു സംവിധാനമായിരിക്കില്ലല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പറയാം. ഓപ്പൺ ജയിൽ എന്ന് പറയുന്നത് നമ്മൾക്കിപ്പോൾ സാധാരണ രീതിയിൽ ജയിലുകൾ മൂന്നായിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. മിനിമം സെക്യൂരിറ്റി ഉള്ള ജയിലുകൾ, മീഡിയം സെക്യൂരിറ്റി ഉള്ള ജയിലുകൾ, മാക്സിമം സെക്യൂരിറ്റി ഉള്ള ജയിലുകൾ. അപ്പോൾ അതിൽ ഈ മിനിമം സെക്യൂരിറ്റി ഉള്ള ജയിലുകളാണ് ഓപ്പൺ ജയിലുകൾ. അത് വളരെ നാമമാത്രമായിട്ടുള്ള സുരക്ഷ ഏർപ്പാടുകളെ അവിടെയുള്ളൂ. കൂടുതൽ സ്വതന്ത്രമായിട്ട്, കൂടുതൽ സംഘർഷമില്ലാത്ത തരത്തിൽ. കാരണം പലപ്പോഴും ഈ ഒരു തടവുകാരൻ്റെ പുറത്ത് അധികാരവും സുരക്ഷയും കൂടുതൽ സമ്മർദ്ദപ്പെടുത്തുമ്പോൾ അത് അയാൾക്കൊരു മാനസിക സംഘർഷം കൂടിയായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യങ്ങൾ കുറയ്ക്കത്തക്ക തരത്തിലാണ് ഈ ഓപ്പൺ ജയിൽ എന്ന് പറയുന്ന സിസ്റ്റം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻട്രൽ ജയിലിനെ പോലെ വലിയ ഒരു മതിൽക്കെട്ടോ അല്ലെങ്കിൽ എല്ലാ ദിവസവും പൂട്ടുക, തുറക്കുക, അതല്ലെങ്കിൽ എണ്ണം എടുക്കുക, ഓരോ സമയത്തും അങ്ങനത്തെ പരിശോധനകൾ നടക്കുക, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഓപ്പൺ ജയിലിൽ ഇല്ല. ഓപ്പൺ ജയിൽ എന്ന് പറഞ്ഞൊരു നമ്മുടെ കേരളത്തിലാണെങ്കിൽ പുരുഷന്മാർക്ക് 2ഉം സ്ത്രീകൾക്ക് 1ഉമായിട്ട് 3 ഓപ്പൺ ജയിലുകളാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെ സാധാരണമായിട്ട് ഒരു ഹോസ്റ്റലിൽ പ്രവർത്തിക്കുന്നത് പോലെയാണ്. ഹോസ്റ്റലിൽ ഇമ്പോസ് ചെയ്യുന്ന അത്ര കർശനമായിട്ടുള്ള വ്യവസ്ഥകൾ പോലും ഓപ്പൺ ജയിലുകളിലില്ല. അവർ ഒരു കമ്മ്യൂണിറ്റിയായിട്ട് അവർ സ്വയം തിരിച്ചറിയുന്നു. ആ കമ്മ്യൂണിറ്റിയിൽ ആവശ്യമായിട്ടുള്ള ജോലികൾ, നിർദ്ദേശിക്കപ്പെട്ടുള്ള ജോലികൾ അവർ ചെയ്യുന്നു. അവർ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോകുന്നു, ജോലി ചെയ്യുന്നു. ഇതാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പം അതിന് നമ്മൾ ഓപ്പൺ ജയിലിലേക്കുള്ള സെലക്ഷന് ചില കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ആൾക്കാരെ അവിടേക്ക് അയക്കില്ല. അത് പ്രധാനമായിട്ടും ദീർഘകാല ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഒരു ക്ലോസ്ഡ് പ്രിസണിൽ വളരെ ഭംഗിയായിട്ട് സൽസ്വഭാവം നിലനിർത്തി പുറത്തേക്ക് പരോളിൽ വിട്ട് ആ പരോളിനനുസരിച്ച് സമൂഹത്തിലും വീടുമായിട്ടുമൊക്കെയുള്ള നല്ല ബന്ധങ്ങൾ നിലനിർത്തുന്ന തടവുകാരെയാണ് ഓപ്പൺ ജയിലിലേക്ക് അയക്കുക. ഇപ്പോൾ സെക്ഷൽ ഒഫൻസസിൽ പെടുന്നവർ, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഒഫൻസസിൽ പെടുന്ന ആൾക്കാർ, അതല്ലെങ്കിൽ വളരെ വയലൻ്റ് ആയിട്ടുള്ള ക്രൈംസിൽ പെടുന്ന ആൾക്കാർ, അത്തരത്തിലുള്ള ആൾക്കാരെ ഒന്നും ഓപ്പൺ ജയിലിലേക്ക് അയക്കാറില്ല.
അവരെ ഒന്ന് ഒബ്സർവ് ചെയ്ത് ഒരു അടച്ചിട്ട ഒരു മീഡിയം സെക്യൂരിറ്റി ജയിലിൽ അല്ലെങ്കിൽ മാക്സിമം സെക്യൂരിറ്റി ജയിലിൽ എങ്ങനെയാണ് അവർ പെരുമാറിയത് എന്നുള്ളതിൻ്റെ ഹിസ്റ്ററി വെച്ചിട്ട് ഒരു സെലക്ഷൻ ബോർഡ് പരിഗണിച്ചാണ് അവരെ കുറച്ച് കാലയളവിന് ശേഷമാണ് ഓപ്പൺ ജയിലിലേക്ക് അയക്കുന്നത്. ഓപ്പൺ ജയിൽ ഒരു വളരെ സാധാരണമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവിടെ കുറച്ച് തടവുകാരും വളരെ കുറച്ച് ജീവനക്കാരും മാത്രമുള്ള ഒരു സിസ്റ്റമാണ്. അവിടെ ജോലി കഠിനാധ്വാനം വേണ്ടി വരുന്ന ജോലികൾ ചെയ്യണം. അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ പോകുന്ന ആൾക്കാർക്ക് ഒരു വർഷത്തിൽ 15 ദിവസം അധിക പരോൾ ലഭിക്കും. അല്ലെങ്കിൽ ഹോം ലീവ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് അവർക്ക്. ഒരു വർഷത്തിൽ ഒരു 15 ദിവസം അവർക്ക് കൂടുതലായിട്ട് എടുക്കാൻ പറ്റും. അതുകൂടാതെ അവർക്ക് ഉയർന്ന വേതന വ്യവസ്ഥയാണ്. മറ്റ് ക്ലോസ്ഡ് പ്രിസണിനേക്കാൾ ഉയർന്ന വേതനമാണ് ഓപ്പൺ ജയിലിൽ അവർക്ക് ലഭിക്കുന്നത്. അതുപോലെ അവരുടെ ഡയറ്റിലും ഒരു ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. കാരണം അവർ കഠിന ജോലികൾ ചെയ്യുന്നതായതുകൊണ്ട് അവർക്ക് ഡയറ്റിൽ ഒരു ചെറിയ വ്യത്യാസം വരും. അപ്പോൾ ഇതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഓപ്പൺ ജയിലിലേക്ക് അയക്കുന്ന തടവുകാർ ആ സിസ്റ്റത്തെ പരിപൂർണമായിട്ട് അംഗീകരിച്ച് അതിൻ്റെ ആ സിസ്റ്റത്തോട് സഹകരിച്ച് പോകുന്നവരാണ്. നല്ല വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള പ്രിസണേഴ്സാണ്. കേരളത്തിലാണ് ഇന്ത്യയിലാകെ ആദ്യകാലത്ത് ഓപ്പൺ ജയിൽ സിസ്റ്റം തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. 1962 കാലം മുതൽ കേരളത്തിൽ ഓപ്പൺ ജയിൽ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അത് ആൾക്കാർ വളരെ തടവുകാർക്ക് വളരെ ആകർഷകമായിട്ട് അവർ മനസ്സംഘർഷം കുറച്ച് അവർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൂലി കിട്ടുന്ന, കൂടുതൽ കൂലി കിട്ടുന്ന, കൂടുതൽ വീട്ടിലേക്ക് പോയി കുറച്ച് ദിവസം കൂടെ ഒക്കെ നിൽക്കാൻ സാധിക്കുന്ന ഒരു സിസ്റ്റമുള്ള ജയിലായതുകൊണ്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ 6 മണിക്കാണ് ലോക്ക്, വൈകുന്നേരം 6 മണിക്ക് ലോക്കപ്പ് എന്ന് പറയുന്ന സിസ്റ്റം ഒന്നുമില്ല അവിടെ. അവിടെ ഒരു രാത്രിയും പകലും ഒക്കെ ജോലി ചെയ്യുന്നു. അവരെ അത്തരം ജോലികളൊക്കെ നമുക്ക് ഏൽപ്പിക്കാൻ വേണ്ടി സാധിക്കും. അവർ ചിലപ്പോൾ 4 മണിക്ക് മുതലേ ജോലി ആരംഭിക്കുന്നവരുണ്ട്, രാത്രി മുഴുവൻ ജോലി ചെയ്യുന്നവരുണ്ട്. അതുപോലെ പിന്നെ വൈകുന്നേരം ലേറ്റായിട്ട് ജോലി അവസാനിക്കുന്ന തടവുകാരുണ്ട്. അപ്പോൾ അതിന് ഒരു കെട്ട് പൂട്ട് അതല്ലെങ്കിൽ അതുപോലുള്ള ഒരു എണ്ണം എടുത്ത് ആൾക്കാരെ മുറിയിൽ പൂട്ടിയിടുന്ന ഒരു സിസ്റ്റമൊന്നും അവിടെ ഇല്ല. കുറച്ച് റിലാക്സ്ഡ് ആയിട്ടാണ് അവർ കഴിയുന്നത്. സർ, സൗമ്യ കേസ് സാറല്ലേ അന്വേഷിച്ചിരുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു കുറ്റകൃത്യം പുറത്തു നിന്ന് ചെയ്തിട്ട് എന്ത് മാനസികാവസ്ഥയിലായിരിക്കും ജയിലിനകത്ത് പോയിട്ട് ജീവൻ ഒടുക്കാം, ഇനി എനിക്ക് ജീവിക്കേണ്ട എന്നൊരു മാനസികാവസ്ഥ, എന്നൊരു ചിന്തയിലേക്ക് അവർ പോകാനുണ്ടായ കാരണം എന്തായിരിക്കും? സൗമ്യ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കേസിനകത്ത് ഉൾപ്പെട്ടാണ് ജയിലിനുള്ളിൽ വരുന്നത്. അപ്പം അത് സ്വന്തം വളരെ ഒരു വീട്ടിലെ ബന്ധുക്കൾ കൊല്ലപ്പെട്ട, അച്ഛൻ, അമ്മ, മക്കൾ, അവരൊക്കെ കൊല്ലപ്പെട്ടിട്ടുള്ളൊരു കേസിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരോ വീട്ടുകാരോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒന്നും മുന്നോട്ട് വരാത്ത വളരെ ഒറ്റപ്പെട്ടിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് അവർ ജയിലിൽ കഴിഞ്ഞത്. കുറച്ച് കാലമേ കഴിഞ്ഞിട്ടുള്ളൂ. ഒരു റിമാൻഡ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-5-6 മാസത്തിനുള്ളിലാണ് അവർ സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ തടവുകാരിയെ സംബന്ധിച്ചിടത്തോളം ആരോടും ഒന്ന് മനസ്സ് തുറക്കാൻ വേണ്ടി സാധിക്കാതിരിക്കുക, ആരിൽ നിന്നും ഒരു സഹായവും ലഭ്യമാകാനുള്ള സാഹചര്യമില്ലെന്ന് തിരിച്ചറിയുക, ഈ കേസിന് വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട് എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവുക, അത് തുടർച്ചയായിട്ടുള്ള കേസുകളായതുകൊണ്ട് അതിനകത്ത് ശിക്ഷിക്കപ്പെടാനുള്ള എല്ലാ അവസ്ഥയും ഉണ്ട് എന്നുള്ള തിരിച്ചറിയുക. എനിക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല, പുറത്ത് ഇറങ്ങാൻ വിചാരിക്കാൻ പറ്റില്ല, കേസിന് സഹായിക്കാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടാവില്ല, ഇങ്ങനെയൊക്കെയുള്ളൊരു വളരെ സമ്മർദ്ദം നിറഞ്ഞിട്ടുള്ളൊരവസ്ഥയിലാണ്. അവർക്കിടെ വേറെ മാർഗങ്ങളില്ല. അതാണ് അവരെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അവർ ചെയ്ത കുറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളമൊക്കെ അവർക്ക് നല്ല ബോധ്യം ഉണ്ടാകേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ അതൊക്കെ വിചാരിച്ച് തന്നെ ആയിരിക്കണം അവർക്ക്. കാരണം ഇതിന് സമാനമായിട്ട് സ്ത്രീകൾ തന്നെ ഉൾപ്പെട്ടിട്ടുള്ള വേറെ കേസുകളുണ്ട്, വളരെ പ്രമാദമായിട്ടുള്ള വേറെ കേസുകളിൽ പെട്ടിട്ടുള്ള സ്ത്രീകളുണ്ട്. പക്ഷെ അവരുടെ അത്രയും ഒരു വിദ്യാഭ്യാസം, അറിവ്, ഇതൊക്കെ കൊണ്ട് താൻ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം കുറച്ച് കാണുകയോ അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടെ മനസ്സുറപ്പോടുകൂടി അതിൻ്റെ കോൺസിക്വൻസസിനെ അഭിമുഖീകരിക്കുകയോ ചെയ്യാനുള്ളൊരു ശേഷി ഇവർക്കില്ലായിരുന്നു എന്നുള്ളതാണ് അതിനകത്തൊരു പ്രധാനപ്പെട്ട തെറ്റിപ്പോയെന്ന ചിന്ത എപ്പോഴെങ്കിലും അവസാന നാളുകളിൽ പറയുകയോ? അവർ സാധാരണ രീതിയിൽ അവർക്ക് ജയിലിലെ വെൽഫെയർ സെക്ഷൻ്റെ ചുമതല വഹിച്ചിരുന്നൊരു ഉദ്യോഗസ്ഥ വളരെ സാധാരണമായിട്ട് അവരോട് ഇടപഴകുകയും കൂടുതൽ കാര്യങ്ങൾ അവരോട്
അവരുടെ ഈ അവസ്ഥ തിരിച്ചറിഞ്ഞ് അവരോട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമാണ്. നന്നായിട്ട് ലെയ്സൺ നടത്തുകയും അവർ പറയുന്നതൊക്കെ കേൾക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ആ ഉദ്യോഗസ്ഥയുടെ ഒരു സ്ഥലം മാറ്റം, അവർ റിട്ടയർ ചെയ്യുകയൊക്കെ ചെയ്തൊരു സാഹചര്യം അവരിൽ സമ്മർദ്ദം കൂടുതലാക്കിയിട്ടുണ്ടാവണം. അതും ഒറ്റപ്പെടൽ വളരെ ശക്തമായിട്ട് തോന്നി. ആരുടെയും സഹായം വരുന്നില്ല, ആരോടും ഒന്ന് മനസ്സിലാക്കാനോ പറയാനോ സാധിക്കുന്നില്ല. ഇതൊക്കെ ഒരു സാഹചര്യം അവർക്ക് ഈ ആത്മഹത്യക്ക് അനുകൂലമായിട്ടുള്ളൊരവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിലെ സെൻട്രൽ ജയിലുകളിൽ ഏറ്റവും അധികം സെക്യൂരിറ്റി കൂടുതലുള്ള, സുരക്ഷിതത്വം കൂടുതലുള്ള ജയിൽ ഏതാണ്? സെൻട്രൽ ജയിലുകളിൽ നമ്മളുടെ 4 സെൻട്രൽ ജയിലുകൾ എടുത്ത് പരിശോധിക്കുന്ന എല്ലാ ജയിലുകളിലും സമാനമായിട്ടുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മീഡിയ പറയുന്നത് പോലെ അതീവ സുരക്ഷ അല്ലെങ്കിൽ അതീവ ഒരു തരത്തിലും ഭേദിക്കാനാവാത്ത സാഹചര്യങ്ങളൊന്നും ഒരു ജയിലിലും ഇല്ല. അത് സാധാരണ നമ്മൾ നമ്മൾ ഉപയോഗിച്ച് വരുന്ന ചില സിസ്റ്റംസാണ് നമ്മൾ കൂടുതലായിട്ട് ജയിലുകളിൽ നമ്മളിപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആധുനികമായിട്ടുള്ള ചില സാങ്കേതിക വിദ്യകൾ പ്രകാരമുള്ള ചില കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്തുന്നത് പ്രാരംഭ അവസ്ഥയിലാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ മെറ്റൽ ഡിറ്റക്ടറുകൾ ഉപയോഗിക്കുക, വൈദ്യുതി കമ്പികൾ ഉപയോഗിക്കുക, റഡാർ സിസ്റ്റങ്ങൾ ഉപയോഗിക്കുക, അതുപോലെ തന്നെ ചിപ്പുകൾ ഘടിപ്പിക്കുക. ഇതൊക്കെ ജയിലുകൾക്കുള്ളിലേക്ക് വരുന്നതേ ഉള്ളൂ. വളരെ CCTVകൾ സ്ഥാപിക്കുക, ഇതൊക്കെ ജയിലിലേക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. എന്നാൽ നൂറ്റാണ്ട് പഴക്കമുള്ള ചില സിസ്റ്റംസാണ് നമ്മളിപ്പോഴും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വലിയ മതിൽക്കെട്ട്, അല്ലെങ്കിൽ ലോക്സ് ആൻഡ് കീ, ജയിലിനുള്ളിലെ പാറാവ് ജോലികൾ, അത് നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള നിരീക്ഷണ ടവറുകൾ, ഇതൊക്കെ നമ്മൾ നേരത്തെ മുതൽ ഉപയോഗിച്ച് വന്നിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ സിസ്റ്റംസ് ഒക്കെ തന്നെ ഉള്ളൂ ഈ സെൻട്രൽ ജയിലുകളിൽ. അതുകൊണ്ട് തന്നെ എല്ലാ ജയിലുകളിലും ഇത് തന്നെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ജയിലിനുള്ളിൽ ഒരുക്കിയിട്ടുള്ളത്. ചിലപ്പോഴൊക്കെ ചില വീഴ്ചകൾ, ജീവനക്കാരുടെ കുറവ്, ജീവനക്കാരുടെ പരിശീലനക്കുറവ്, ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള ചില വീഴ്ചകൾ, അതൊക്കെ ഈ സിസ്റ്റത്തെ ചിലപ്പോഴൊക്കെ ദുർബലമാക്കും. തടവുകാരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും അവരെ പഠിക്കുകയും ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാതെ വരിക, ഓവർ പോപ്പുലേഷൻ, ഇതിൻ്റെ സാഹചര്യങ്ങൾ, കാലാവസ്ഥ, ചുറ്റുപാട്, ജയിലിനുള്ളിൽ ഉണ്ടാകുന്ന വളർത്തിയെടുക്കേണ്ട ഒരു ഇൻറ്റേർണലായിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് ഉണ്ട്. ആ ഇൻ്റലിജൻസ് കൃത്യമായിട്ട് പ്രവർത്തിക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങളിലൊക്കെ ചിലപ്പോൾ സുരക്ഷ കുറയും. ആ സുരക്ഷ കുറയുന്ന സാഹചര്യങ്ങൾ മുതലെടുത്ത് ചില ഇൻസിഡൻറ്റുകൾ ജയിലിനുള്ളിൽ ഉണ്ടാവുകയും ചെയ്യും. സാർ, ഇപ്പോൾ ഒരു ജീവനക്കാരുടെ കുറവ് ഒരു വലിയ ദൗർബല്യമായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കാരണം തന്നെയല്ലേ ഗോവിന്ദചാമിക്ക് ജയിലിൽ ചാട്ടം അത്രയധികം ഈസി ആയിരുന്നത്? കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സെലിബ്രിറ്റീസിൽ പോലും കാണാത്ത രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷനാണ് പുള്ളിയിൽ കാണാൻ പറ്റുന്നത്. ചോറ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തു, ചപ്പാത്തിയാക്കി, ആ ഒറ്റ കൈ കൊണ്ട് ഇത്രയും വലിയ മതിൽ ചാടിക്കിടക്കാൻ ഒരുപാട് പ്ലാൻ ചെയ്ത് തിങ്ക് ചെയ്ത ഒരു വലിയ പ്രോസസ്സാണ് കുറേ നാളത്തെ. അപ്പോൾ അത്രയും ഒരു മാറ്റം വരുമ്പോൾ എന്തുകൊണ്ട് ചോറ് കഴിക്കുന്നില്ല? അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ അയാളെ നിരീക്ഷിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു വലിയ കാരണമല്ലേ? സംശയമില്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജയിലിനുള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 എമർജൻസീസ് എന്ന് പറയുന്നത്, ഒന്ന് ജയിലിനുള്ളിൽ നടക്കുന്ന സൂയിസൈഡാണ്. ഇപ്പം നമ്മൾ സൗമ്യയുടെ കാര്യം പറയും. മറ്റൊന്ന് എസ്കേപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം തടവുകാർ ആയിട്ട് നമ്മളുടെ അടുക്കലേക്ക് വിട്ടിട്ടുള്ളവർ ജയിലിൻ്റെ ഈ സുരക്ഷ ഭേദിച്ച് പുറത്തു പോകരുത് എന്നുള്ളത് നോക്കുക. അത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ജോലിയാണ് ജയിൽ ഉദ്യോഗസ്ഥർ. അതിനുശേഷമേ കറക്ഷൻ, മറ്റു കാര്യങ്ങളെല്ലാം പിന്നീടാണ് വരുന്നത്. ഇപ്പോൾ ജയിലിനുള്ളിൽ അന്തേവാസിയായിട്ട് ഒരു ആൾ കഴിയുമ്പോൾ അയാൾ സ്വയം ജീവനൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകരുത്. അയാൾ ജയിലിന് പുറത്ത് എസ്കേപ്പ് ചെയ്ത് പോകാനുള്ള ഇടവരരുത്. ഈ 2 കാര്യങ്ങൾ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് 2 സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് 2 വീഴ്ച കൊണ്ടാണ്. അപ്പോൾ ജയിലിലെ ഉദ്യോഗസ്ഥർ അവരുടെ ഒബ്സർവേഷൻ അല്ലെങ്കിൽ സൂപ്പർവിഷൻ, അതല്ലെങ്കിൽ സുരക്ഷാ ചുമതല, അത് കൃത്യമായിട്ട് നിർവഹിക്കുമ്പോൾ ഇത് നടക്കില്ല. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ജയിലുകളിൽ നിന്ന് എസ്കേപ്പ് ഉണ്ടാകുന്നില്ലെങ്കിൽ ജീവനക്കാർ ഏറ്റവും ഭംഗിയായിട്ട് അവരുടെ ജോലി നോക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും അവരുടെ ഈ മേൽനോട്ട ചുമതലയിൽ, അതല്ലെങ്കിൽ അവരുടെ സുരക്ഷാ ചുമതലയിൽ, അവരുടെ നിരീക്ഷണത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ പാളിച്ചകളുണ്ടായാൽ അത്
കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ ദേവാസിക്ക് സാധിക്കും. അതവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗോവിന്ദച്ചാമിയുടെ എസ്കേപ്പ് വന്നത്. അപ്പോൾ അതിനുശേഷം മറ്റെന്തെങ്കിലും ശ്രദ്ധ കൂടുതൽ അവിടെ താമസിക്കുന്നവരിലേക്ക് പോലീസിന് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ? അത് ഞാൻ പറഞ്ഞല്ലോ, ഈ 365 ദിവസവും അവർ കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരുന്നതാണ്. 366-ാമത്തെ ദിവസമാണ് ഇതിലൊരു വീഴ്ച സംഭവിച്ചത്. പക്ഷേ ആ വീഴ്ച സംഭവിച്ച ദിവസം ക്രൂഷ്യലായി പോകുന്നു എന്നുള്ളതാണ് പലപ്പോഴും പറ്റുന്നത്. ഇപ്പോൾ നോക്കിയ ദിവസങ്ങൾ എന്ന് പറയുന്നത് ആരുടെയും കണക്കിൽപ്പെടില്ല. നോക്കാതെ വരുമ്പോഴാണ് അതിനകത്ത് വീഴ്ചയായിട്ട് നമ്മൾ എടുക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഗോവിന്ദച്ചാമിയുടെ കാര്യത്തിനകത്ത് ഗോവിന്ദച്ചാമി ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ മുതലേ ജയിൽ ചാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ അയാൾ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം നിരീക്ഷിക്കുന്നതിൽ ജീവനക്കാർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് സാധാരണ രീതിയിൽ സംഭവിക്കുന്നത് എല്ലാ ദിവസവും പോയി ഒരാളിനെ വിളിച്ചുണർത്തി അയാളെ നോക്കുന്ന തരത്തിലല്ല. ജയിലിനുള്ളിൽ ചില കാര്യങ്ങൾ അങ്ങനെ കുക്ക് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ള ഒരു ഇൻ്റലിജൻസ് സംവിധാനം ജയിലിനുള്ളിൽ സാധാരണ രീതിയിലുണ്ട്. അപ്പോൾ ഒരു തടവുകാരൻ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ അയാളുടെ ഏതെങ്കിലുമൊക്കെ മനഃപൂർവ്വമായിട്ട് അയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഇൻ്റലിജൻസ് വഴി ഈ വിവരങ്ങൾ ജീവനക്കാരിലേക്കും ജീവനക്കാർ മുഖാന്തരം ഉയർന്ന ഉദ്യോഗസ്ഥരിലേക്ക് എത്തുകയാണ് അതിൻ്റെ രീതി. അപ്പോൾ അതിൽ ആ ഇൻ്റലിജൻസ് പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലും ഒരു കണ്ണി മുറിഞ്ഞു പോയിട്ടുണ്ട്. അതല്ലെങ്കിൽ ആ കാര്യം നിരീക്ഷിക്കുന്നതിൽ ജീവനക്കാർ ശ്രദ്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ജയിലിനുള്ളിലേക്ക് നടന്നു പോകുമ്പോൾ ആരായാലും ഏത് ജീവനക്കാരനും ഏതെങ്കിലും ചാരി വച്ചിരിക്കുന്ന ഒരു കോണി, അതല്ലെങ്കിൽ ഒരു കയർ കഷ്ണം, അതല്ലെങ്കിൽ ഇത്തിരി സാധാരണയിൽ നിന്ന് വലിപ്പമേറിയ ഒരു കല്ല്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൈപ്പ്, അതും അല്ലെങ്കിൽ ഒരു വീപ്പ, അതല്ലെങ്കിൽ ഒരു ബക്കറ്റ്, ഇതൊക്കെ അശ്രദ്ധമായിട്ട് ജയിലിനുള്ളിലേക്ക് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം അയാൾ നോക്കും. അയാളുടെ ഒരു യാത്രയിൽ ഏത് ജീവനക്കാരനോട് ഒരു പ്രത്യേകമായിട്ട് അയാൾ നിർദ്ദേശിക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ അയാൾ നോക്കും എന്തുകൊണ്ടാണ് ആ കുപ്പി അവിടെ ഇരിക്കുന്നത്, അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ ബക്കറ്റ് അവിടെ വെച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് വീപ്പ അവിടെ ഇരിക്കുന്നത്, എന്തുകൊണ്ട് അവിടെ ഇരുന്നുകൂടാ എന്നുള്ള കാര്യം ഓരോ ജീവനക്കാരൻ്റെയും മനസ്സിലുണ്ട്. അയാൾ പോകുന്ന പോക്കിൽ അത് അയാളുടെ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ അയാളത് ആരും പറയാതെ തന്നെ അത് അഡ്രസ്സ് ചെയ്യും. അതൊരു ജീവനക്കാരൻ്റെ സുരക്ഷ സംബന്ധിച്ചുള്ള ഇൻ്റലിജൻസ് സംബന്ധിച്ചുള്ള അയാളുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് കിട്ടിയിട്ടുള്ള പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ ജോലി ചെയ്യുന്നതിൽ നിന്ന് അയാൾക്ക് ലഭിക്കുന്ന എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ ചെയ്യുന്നതാണ്. പക്ഷേ അത് തിരക്ക് മൂലം ചിലപ്പോൾ ചെയ്യാൻ പറ്റാതെ വരും, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട് സാധിക്കാതെ വരും. ജയിലിന് ഇപ്പോൾ 725 പേരെ പാർപ്പിക്കാനാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൻ്റെ കപ്പാസിറ്റി. ആ 725 പേരെ പാർപ്പിക്കാൻ ആ ജയിലിന് സൗകര്യമുള്ളപ്പോൾ അവിടെ ഇപ്പോഴുള്ള എണ്ണം ഏകദേശം 1500-നടുത്താണ്. അതുപോലെ തന്നെയാണ് എല്ലാ ജയിലുകളെ സംബന്ധിച്ചിടത്തോളം ഓവർ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയാണ് ജയിലിനെ സംബന്ധിച്ച്. അത് ലോകത്തുള്ള എല്ലാ ജയിലുകൾക്കും അങ്ങനെയുണ്ട്. ഈ ഗോവിന്ദസ്വാമി ഇഷ്യമായിട്ട് റിലേറ്റ് ചെയ്ത് വന്ന ഒരു ആരോപണം ഒരിക്കലും ആ ഒരു ഒറ്റ കൈ കൊണ്ട് ഇത്രയും വലിയ മുതൽ ഒറ്റയ്ക്ക് ചാടിക്കിടക്കാനായിട്ട് സാധിക്കില്ല, അകത്തുനിന്ന് മറ്റെന്തെങ്കിലും ഒരു സഹായം ഉണ്ടായിരുന്നിരിക്കും എന്നൊരു ആരോപണം തുടർച്ചയായി ഈ കേസ് നടക്കുന്ന ചാടിപ്പോയ സമയത്ത് ഉണ്ടായിരുന്നു. അതിനോട് സാർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, അകത്തു നിന്ന് വേറെ പ്രത്യേകിച്ച് സഹായമല്ല, മറിച്ച് അയാൾക്ക് കിട്ടിയ ഏറ്റവും അനുകൂലമായിട്ടുള്ള അവസ്ഥ അയാൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കണക്കുകൂട്ടൽ, അയാൾ നടത്തിക്കൊണ്ടിരുന്ന കണക്കുകൂട്ടൽ, അയാൾ അതിന് വേണ്ടിയിട്ട് നടത്തുന്ന പ്രിപ്പറേഷൻസ്, ആ പ്രിപ്പറേഷൻസ് ജീവനക്കാരിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട വീഴ്ച. അയാൾക്ക് മറ്റെന്തെങ്കിലും സഹായം ലഭിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. എന്നാൽ അയാൾ അതിനു വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരുന്ന, ഉദാഹരണത്തിന് അയാൾ രൂപമാറ്റത്തിന് ആവശ്യമായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. ആ രൂപമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് സാധാരണ രീതിയിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ ശ്രദ്ധയിൽ പെട്ടെന്ന് പെടേണ്ടതാണ്. അയാൾ താടി വളർത്താൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു. എന്തുകൊണ്ടാണ് താടി വളർത്താൻ തുടങ്ങുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. അയാൾ വെയിറ്റ് കുറയ്ക്കുന്നു, അത് ശ്രദ്ധിക്കണം. അയാൾ കൂടുതൽ എക്സസൈസ് ചെയ്യുന്നു. അയാൾ മുറിക്കുള്ളിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ശേഖരിക്കുന്നു. അയാൾ ചിലപ്പോൾ ഈ ഡ്യൂട്ടി മാറുന്നത് സാധാരണ രീതിയിൽ ഉദ്യോഗസ്ഥർ അവിടെ വരെ മാത്രമേ വരൂ എന്നുള്ള രീതിയിലുള്ള ധാരണകൾ ഉണ്ടാക്കുന്നതല്ല അയാളുടെ നിരീക്ഷണത്തിലൂടെയാണ്. ഈ നിരീക്ഷണത്തിനെ പരാജയപ്പെടുത്തുകയും അയാൾ നടത്തിയിട്ടുള്ള കണക്കൂട്ടലുകളെ മുൻകൂട്ടി കണ്ടെത്താൻ സാധിക്കുകയും അയാൾ നടത്തിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യാൻ കഴിയാതെ പോകുന്ന പരാജയമാണ് ആ സിസ്റ്റത്തിനുണ്ടായത്. അല്ലാതെ വേറെ ഏതെങ്കിലും ജീവനക്കാരോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും
തടവുകാരോ അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലുമോ അയാളെ സഹായിച്ചു എന്ന് കരുതാൻ വേണ്ടി കഴിയില്ല. പിന്നെ അയാൾ ഒരു കൈ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ആ കൈ കൂടുതൽ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള പരിശീലനമോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളോ അവസ്ഥയോ ഉണ്ടാക്കാൻ ശേഷിയുള്ള ഒരാളാണ്. അത് ഏത് വ്യത്യസ്തമായിട്ട് വിഭിന്നമായിട്ടുള്ള അല്ലെങ്കിൽ അംഗപരിമിതരായിട്ടുള്ള ഏതാളിനും ഉള്ളൊരു അനുഗ്രഹം. അത് ഒരു കൈയേ ഉള്ളെങ്കിൽ ആ കൈ കൊണ്ട് രണ്ട് കൈയുടെ ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരു കാലേ ഉള്ളെങ്കിൽ ആ കാല് ഉപയോഗിച്ച് കൂടുതൽ ശക്തിയായിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സൗമ്യേന ഒരു കൈ കൊണ്ട് അതെ അതെ. അപ്പോൾ അയാൾ കുറ്റകൃത്യം ചെയ്തത് അയാൾ ആ ഒരു കൈ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ജയിൽ ചാടിക്കിടക്കാൻ ഒരു കൈയേ ഉള്ളൂ എന്നുള്ളത് അയാളൊരു പരിമിതിയായിട്ടൊന്നും നമ്മൾ കണക്കാക്കേണ്ടതില്ല. അപ്പം അത് സാധിച്ചു. പക്ഷേ അയാൾ ജയിലിൻ്റെ അല്ലെങ്കിൽ മുറിക്ക് പുറത്തിറങ്ങിയാൽ ജയിലിൻ്റെ വലിയ മതിലിന് പുറത്തെത്താൻ സാധിക്കും. അതിനാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ അയാളുടെ മുറിക്ക് പുറത്ത് ജയിലിനകത്തുണ്ട് എന്നുള്ള അയാളുടെ നിരീക്ഷണം അയാളെ നന്നായി സഹായിച്ചിട്ടുണ്ട്. കാരണം അയാളൊരു വലിയ വീപ്പ, വെള്ളം നിറച്ചു വെക്കാൻ ഉപയോഗിക്കുന്നൊരു വലിയ വീപ്പ മതിലിനരികിലേക്ക് കൊണ്ടുപോകാൻ അയാൾക്ക് പറ്റി. അയാൾ മുണ്ടുപയോഗിച്ച് മുകളിലത്തെ മതിലിന് മുകളിൽ വലിച്ചിരിക്കുന്ന വൈദ്യുതി കമ്പികളിൽ കുരുക്കുണ്ടാക്കാൻ വേണ്ടി അയാൾക്ക് സാധിച്ചു. അതുപോലെ തന്നെ വൈദ്യുതി കമ്പിയിൽ വൈദ്യുതി ഇപ്പോൾ പ്രവഹിക്കുന്നില്ല, ആ സിസ്റ്റം പരാജയപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് അത് റിപ്പയറിലാണ് എന്നുള്ള കാര്യം അയാൾക്ക് അറിയാമായിരുന്നു. അപ്പോൾ അതൊക്കെ അയാളെ സഹായിച്ച ചില ഘടകങ്ങളാണ്. അങ്ങനെ നമ്മൾ വിശദമായി നോക്കുമ്പോൾ.